ഭയപ്പെടേണ്ട, നിൻ്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്. ജെറമ്യ 1:8. ഈ വചനം എഴുതി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആദ്യത്തെ എക്സാമിന് പോയി. 2 എക്സാമും വളരെ ടഫുള്ള എക്സാമായിരുന്നു. എക്സാം ഹാളിൽ കയറി ഞാൻ ഉടമ്പടി വസ്തുക്കളും ഉടമ്പടി തൈലവും കാശുരൂപം ഡ്രസ്സിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തിന് ഞാൻ ഉടമ്പടി തൈലം വെച്ച് നെറ്റിയിൽ കുരിശ് വരച്ച് കൊടുത്തിരുന്നു. അങ്ങനെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ എക്സാം ഹാളിൽ കയറി. ഇടയ്ക്ക് പാടായി പോയപ്പോഴും പറയാൻ പറ്റാതെ വന്ന സമയത്ത് ഉടമ്പടി കാശുരൂപത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവർ ചോദിച്ചതിന് എനിക്ക് ഉത്തരം പറയാൻ സാധിച്ചു. അങ്ങനെ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി. ആ എക്സാമിൻ്റെ ആദ്യത്തെ അനുഗ്രഹം എനിക്ക് കിട്ടിയത് 10 മണി തൊട്ട് 6 മണി വരെയുള്ള എക്സാമിന് എനിക്ക് 10 മണിക്ക് തന്നെ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ അനുഗ്രഹം. വേഗം തന്നെ എക്സാം എഴുതി ഇറങ്ങാൻ പറ്റി. പിറ്റേ ദിവസം എക്സാമിന് കയറി, റൈറ്റിങ്ങിന് കയറി. എനിക്കറിയാത്തൊരു ടോപ്പിക്ക് വന്നു. ഉടമ്പടി ഉപ്പ് ഞാൻ എഴുതുന്ന പേപ്പറിൻ്റെ മുന്നിൽ വിതറിയിട്ടായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി എഴുതിയത്. കറക്റ്റ് സമയത്ത് എഴുതി ഞാൻ കൊടുത്തു. റിസൾട്ട് വന്നപ്പോൾ ഒരു തടസ്സവും കൂടാതെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്കത് പാസ്സാവാൻ പറ്റി. അത് കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് എക്സാമിന് സ്ലോട്ട് എടുത്തു. രണ്ടാമത്തെ എക്സാം ഞാൻ എഴുതാൻ വേണ്ടി പോയപ്പം ഹോളി വീക്ക് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വീക്കായിരുന്നു. ഹോളി വീക്കിൽ 7 ദിവസവും ഞാൻ ഉടമ്പടിയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. ഉപവാസത്തിലൂടെയും നന്നായിട്ട് പ്രാർത്ഥിച്ചു. അടുത്ത എക്സാമിന് അപ്പിയർ ചെയ്തു. അങ്ങനെ ആ 2 എക്സാമും ഞാൻ ചെന്നു. ആ എക്സാമിന് പോയപ്പോൾ ഞാൻ വേറൊരു വചനം പഠിച്ചു. നിനക്ക് നഷ്ടപ്പെട്ടത് ഞാൻ 7 ഇരട്ടിയായിട്ട് നിനക്ക് തിരിച്ചു തരും, മുൻപത്തേതുപോലെ തന്നെ നിന്നെ ഞാൻ വീണ്ടും സഹായിക്കും എന്നുള്ള വചനം. ജോയൽ പ്രവാചകൻ 2:25. ആ വചനം എഴുതി ഞാൻ പ്രാർത്ഥിച്ചു. എക്സാമിന് അറ്റൻഡ് ചെയ്തു. ഏറ്റവും നല്ല മാർക്കോടുകൂടി 7 ഇരട്ടിയായിട്ട് അമ്മ മാതാവ് എനിക്ക് ആ എക്സാമിന് എന്നെ പാസ്സാക്കി. 100-90 മാർക്ക് തന്നി. ഏറ്റവും നല്ല മാർക്ക് തന്നി. 2 എക്സാമിനും എന്നെ പാസ്സാക്കി.